ഹായ് ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഈസിയും സിമ്പിളും ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാൽ കപ്പയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനായി കപ്പ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊത്തി അരിഞ്ഞ് വെക്കുക. അത് കുക്കറിലേക്കിട്ട് വേവിച്ചെടുക്കുക. അതിനുശേഷം വേറൊരു പാത്രം എടുത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ആ പാത്രത്തിലേക്ക് ഇടുക. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ചെറുള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില എന്നിവയെല്ലാം ചേർത്ത് ആ കപ്പയുമായിട്ട് നമുക്ക് നന്നായിട്ട് വേവിച്ചു കൊടുക്കാം. അതിനായി അല്പം വെള്ളം കൂടിയ ഒരിച്ചിരി തേങ്ങാപ്പാൽ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതെന്നിട്ട് നമുക്ക് അതിലേക്ക് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എല്ലാം നന്നായിട്ട് യോജിക്കുന്നതിനനുസരിച്ച് കുറേശ്ശെ പാല് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതും കപ്പയും എല്ലാമായിട്ട് നന്നായിട്ട് നമുക്ക് യോജിച്ച് കൊടുക്കാം. ഇത് വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ഞങ്ങളുടെ വീട്ടിൽ കോഴി കറി വെക്കുമ്പോൾ മിക്കവാറും വെക്കുന്ന ഒരു ഡിഷാണ്. മക്കൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണേ. അങ്ങനെ നമ്മൾ കപ്പയും ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും തേങ്ങാപ്പാലുമായിട്ട് നന്നായിട്ട് കുറേശ്ശെ യോജിച്ച് കൊടുക്കുക. അവസാനമാകുമ്പോഴത്തേക്കും നല്ല കുറുകിയ കുറച്ച് പാല് അതിലേക്ക് ഒഴിച്ച് വീണ്ടും ഇളക്കി തീ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇതെല്ലാം ചെയ്യാൻ. ചെയ്ത് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ കൂട്ടുകാരെ, ഞങ്ങളുടെ ചാനൽ എല്ലാവരും കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. എല്ലാവരും നിങ്ങളുടെ ഫീഡ്ബാക്ക് എല്ലാം ഞങ്ങളെ അറിയിക്കണം. അതിനുശേഷം ഇത് നന്നായി യോജിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് താളിപ്പ് തയ്യാറാക്കാനായി വേറൊരു പാത്രത്തിൽ താളിപ്പ് തയ്യാറാക്കാം. എണ്ണ പൊട്ടിച്ച് കടുക് പൊട്ടിച്ച് ഉള്ളിയും ഉണക്കമുളകും എല്ലാം ആഡ് ചെയ്ത് നമുക്ക് കപ്പയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ സൂപ്പർ പാൽക്കപ്പ റെഡി ആയിരിക്കുന്നു. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ സൂൺ.